ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും സ്കിൽ റൈനോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഗോൾഡൻ ടോപ്പിക്സിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇതിന് മുമ്പ് എടുത്ത ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരാണെങ്കിൽ തീർച്ചയായും മിസ്സാക്കരുത്. തീർച്ചയായും ഇതിന് മുമ്പ് എടുത്ത ഓരോ ക്ലാസ്സുകളും കണ്ടു തീർക്കുക. ഓരോന്നും നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. അപ്പോൾ അധികമൊന്നും പറയാതെ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ, ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് 1857 വിപ്ലവമാണ്. 1857 വിപ്ലവം അല്ലെങ്കിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഓക്കെ, 1857 വിപ്ലവം അല്ലെങ്കിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഇതിൽ ചോദ്യം വരും, ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ചോദിച്ചാലാണ് 1857 നമുക്ക് ആൻസർ ചെയ്യേണ്ടത്. 1857 വിപ്ലവം നടന്ന വർഷം എന്തായാലും ചോദിക്കില്ല. ഓക്കെ, അപ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ചോദിച്ചാൽ അത് 1857 ആണ്. ഇനി ചോദ്യം വരും, ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് 1857 വിപ്ലവത്തെ വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? വി ഡി സവർക്കർ ആണ്. വി ഡി സവർക്കർ. ഓക്കെ, വി ഡി സവർക്കർ ആണ് 1857 വിപ്ലവത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത്. ആരാണ്? വി ഡി സവർക്കർ ആണ്. ഓക്കെ, പിന്നെ ശിപ്പായി ലഹള എന്നും ചപ്പാത്തി വിപ്ലവം എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? 1857 വിപ്ലവമാണ്. ഓക്കെ, ശിപ്പായി ലഹള, ചപ്പാത്തി വിപ്ലവം എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? 1857 വിപ്ലവമാണ്. ഓക്കെ, അപ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത് 1857 വിപ്ലവമാണ്. ശിപ്പായി ലഹള എന്നും ചപ്പാത്തി വിപ്ലവം എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? അത് 1857 വിപ്ലവമാണ്. എങ്ങനെ ചോദ്യം വരും? താഴെ തന്നിരിക്കുന്നതിൽ 1857 വിപ്ലവത്തിന്റെ വിശേഷണങ്ങളിൽ പെടാത്തത് ഏത് എന്നൊരു ചോദ്യം വരും അല്ലേ? താഴെ തന്നിരിക്കുന്നതിൽ 1857 വിപ്ലവത്തിലെ വിശേഷണങ്ങളിൽ പെടാത്തത് ഏത്? അതിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഉണ്ടാവും, ശിപ്പായി ലഹള ഉണ്ടാവും, പിന്നെ ചപ്പാത്തി വിപ്ലവം ഉണ്ടാവും. ഈ ചപ്പാത്തി വിപ്ലവം ഓർത്തൊക്കെ വേറെ ഒന്നുകൂടെ പറഞ്ഞുതരാം. ചപ്പാത്തിയും ചുവന്ന താമരയും, ഇത് കണ്ടോ ഇവിടെ, ചപ്പാത്തിയും ചുവന്ന താമരയും എന്താണ്? 1857 വിപ്ലവത്തിന്റെ അല്ലെങ്കിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ രഹസ്യ മുദ്ര എന്താണെന്ന് ചോദിക്കും. രഹസ്യ മുദ്ര എന്താണ്? ചപ്പാത്തിയും ചുവന്ന താമരയുമാണ്, അല്ലെങ്കിൽ ചപ്പാത്തിയും താമരയും. ഓക്കെ, 1857 വിപ്ലവത്തിന്റെ രഹസ്യ മുദ്രയാണ് ചപ്പാത്തിയും ചുവന്ന താമരയും അല്ലെങ്കിൽ ചപ്പാത്തിയും താമരയും. അപ്പൊ ശിപ്പായി ലഹള എന്നും ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നും ചപ്പാത്തി വിപ്ലവം എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? അത് 1857 വിപ്ലവമാണ്. ഈ വിപ്ലവം ഏറ്റവും കൂടുതൽ വ്യാപിച്ചത് എവിടെയെന്ന് ചോദിക്കും. വ്യാപിച്ചത് 1857 വിപ്ലവം ഏറ്റവും കൂടുതൽ വ്യാപിച്ച പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തർപ്രദേശാണ്. ഓക്കെ, മീററ്റിലെ ഇത് അവിടെ മീററ്റ് കൊടുത്തിട്ടുണ്ട്. മീററ്റ് എന്താണ്? 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് മീററ്റിൽ നിന്നാണ്. മീററ്റ് എവിടെയാണ്? മീററ്റ് ഉത്തർപ്രദേശിലാണ്. മീററ്റ് ഉത്തർപ്രദേശിലാണ്. അപ്പൊ 1857 വിപ്ലവം ഏറ്റവും കൂടുതൽ വ്യാപിച്ച പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ഉത്തർപ്രദേശാണ് കേട്ടോ, ഉത്തർപ്രദേശാണ്. ഓക്കെ, അപ്പൊ മീററ്റ് എന്താണ്? വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടതാണ്. ഈ 1857 വിപ്ലവം അല്ലെങ്കിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെയെന്ന് ചോദിക്കും. നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ പഠിക്കാണ്ട്, കാൺപൂർ, അതുപോലെ തന്നെ ഫൈസാബാദ്, അങ്ങനെ ഓരോ സ്ഥലങ്ങളും നമുക്ക് പഠിക്കാണ്ട്. പക്ഷേ ഈ വിപ്ലവം ആദ്യമായിട്ട് തുടങ്ങിയത് എവിടെ നമ്മൾ പഠിക്കേണ്ടി വരില്ലേ? അപ്പൊ 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെയെന്ന് ഒരു ചോദ്യം വന്നാൽ അത് മീററ്റിൽ നിന്നാണ്. ഓക്കെ, മീററ്റിൽ നിന്നാണ്. ഇതെന്താ സംഭവം? അതായത് ഇതിന്റെ പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ തോക്കിന്റെ തിരകളിൽ മൃഗക്കൊഴുപ്പ് പുരട്ടിയത് അല്ലേ? നമുക്കറിയാം. എന്തിനാ? പന്നിയുടെയും പശുവിൻ്റെയൊക്കെ മാംസം എന്തിനാണ് തോക്കിന്റെ തിരകളിൽ പുരട്ടിയതിനൊക്കെ തുടർന്നുണ്ടായതാണ്. അതാണ് പ്രധാന ഒരു കാരണമായിട്ട് പറയുന്നത്. ഓക്കെ, അതിനു മുമ്പും പലതരം പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവുന്നുണ്ട്. നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നല്ലൊരു കാരണം, അതായത് ഇവിടെ തൊട്ടിരിക്കുന്നത് നമ്മുടെ ഹിന്ദുക്കൾക്ക് ഈ പശുവിനെ തൊടുന്നതും, അതുപോലെ തന്നെ പശുവിന്റെ മാംസം എടുക്കുന്നതും, അതുപോലെ തന്നെ പന്നിയുടെ മാംസം എടുക്കുന്നത് മുസ്ലിങ്ങൾക്കൊക്കെ പ്രശ്നമായി വന്നപ്പോൾ ഇതിവിടെ മതപരമായിട്ടും ശരിക്കും ഒരു പ്രശ്നമായി വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെയാണ് ഇതൊരു വലിയ പ്രശ്നമായിട്ട്, അല്ലെങ്കിൽ ഒരു വലിയ ഒരു കാരണം അതിന് വന്നത് എന്താണ്? തോക്കിന്റെ തിരകളിൽ മൃഗക്കൊഴുപ്പ് പുരട്ടിയതാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി ഇത് ആദ്യം പൊട്ടിപ്പുറപ്പെട്ടത് മീററ്റിൽ. സ്ഥലം നമ്മൾ പഠിച്ചു. ഇത് ഏത് നേറ്റീവ് റെജിമെന്റിലാണ്? ഓരോ റെജിമെന്റുകൾ ഉണ്ട്. അതിൽ ഏത് നേറ്റീവ് റെജിമെന്റിലാണ് ഇത് ആദ്യമായിട്ട് ഇതിനായിട്ടൊരു പ്രശ്നം ഉണ്ടായെന്ന് ചോദിച്ചാൽ 19ാമത് നേറ്റീവ് റെജിമെന്റ് ആണ്. 19th നേറ്റീവ് റെജിമെന്റിലാണ് ആദ്യത്തെ പ്രശ്നം ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഈ വിപ്ലവത്തിന്റെ സ്പാർക്ക് ഉണ്ടായത് എവിടെയെന്ന് ചോദിച്ചാൽ, ആദ്യത്തെ ഒരു തീപ്പൊരി ഉണ്ടായത് എവിടെയെന്ന് ചോദിച്ചാൽ ഇതിലാണ്? 19ാമത് നേറ്റീവ് റെജിമെന്റ് ആണ്. 19ാമത് നേറ്റീവ് റെജിമെന്റ് ആണ്. ഇനി വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ട എവിടെയെന്ന് ചോദിച്ചാൽ അതേതാണ്? മീററ്റിൽ നിന്നാണ്. മീററ്റിൽ നിന്നാണ് വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത്. ഈ 19ാമത് നേറ്റീവ് റെജിമെന്റിലാണ് വിപ്ലവത്തിന്റെ ആദ്യത്തെ സ്പാർക്ക് ഉണ്ടാവുന്നത്. ഇവിടെയാണ് ആദ്യം പ്രശ്നം ഉണ്ടാവുന്നത്, 19ാമത് നേറ്റീവ് റെജിമെന്റ്. പിന്നെ വിപ്ലവത്തിലെ ആദ്യ രക്തസാക്ഷിയാണ് മംഗൾ പാണ്ഡെ അല്ലെ? മംഗൾ പാണ്ഡെയാണ് 1857 വിപ്ലവത്തിലെ ആദ്യ രക്തസാക്ഷി. ഈ മംഗൾ പാണ്ഡെ ഏത് നേറ്റീവ് റെജിമെന്റിലാണെന്നൊക്കെ ചോദ്യം വരാറുണ്ട്. അത് 34ാമത് നേറ്റീവ് റെജിമെന്റ് ആണ്. ഓക്കെ, 34ാമത് നേറ്റീവ് റെജിമെന്റിലാണ് മംഗൾ പാണ്ഡെ. പിന്നെ മുഴുവൻ ഇംഗ്ലീഷുകാരെയും കൊന്നത്, അതായത് മുഴുവൻ ഇംഗ്ലീഷുകാർക്ക് നേരെയും വെടി ഉതിർത്ത് അതേതിലാണ്? അത് 41ാമത് നേറ്റീവ് റെജിമെന്റിലാണ്. ഓക്കെ,
മുഴുവൻ ഇംഗ്ലീഷുകാർക്ക് നേരെയും വെടിയുതിർത്തത് എവിടെയാണ്? 41ാമത് നേറ്റീവ് റെജിമെന്റിലാണ്. 41ാമത് നേറ്റീവ് റെജിമെന്റ്. അപ്പൊ 19ാമത് നേറ്റീവ് റെജിമെന്റിലാണ് ആദ്യത്തെ സ്പാർക്ക് ഉണ്ടാവുന്നത്. 34ാമത്തെ നേറ്റീവ് റെജിമെന്റിൽ ആരാണ്? മംഗൾ പാണ്ഡെ ഉണ്ട് അല്ലെ? മംഗൾ പാണ്ഡെ 34ാമത് നേറ്റീവ് റെജിമെന്റിലാണ്. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ 1857 വിപ്ലവം പൊട്ടി പുറപ്പെട്ടത്. വിപ്ലവത്തിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നാണ്. പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? തോക്കിന്റെ തിരകളിൽ എന്താണ്? മൃഗക്കൊഴുപ്പ് പുരട്ടിയതാണ് അല്ലെ? മൃഗക്കൊഴുപ്പ് പുരട്ടിയത്. എന്തുകൊണ്ട് അതൊരു കാരണമായെന്നും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. പശുവിന്റെയും പന്നിയുടെയും മാംസം നിങ്ങൾ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. പശുവിന്റെയും പന്നിയുടെയും മാംസം അല്ലെ? എൻഫീൽഡ് തോക്കുകളുടെ തിരകളിൽ എന്താണ്? മൃഗക്കൊഴുപ്പ് പുരട്ടിയതാണ് പ്രധാന കാരണം. അങ്ങനെയാണ് ആദ്യത്തെ നേറ്റീവ് റെജിമെന്റ്, അതായത് 19ാമത് നേറ്റീവ് റെജിമെന്റിൽ ആദ്യത്തെ സ്പാർക്ക് ഉണ്ടായി. ആദ്യത്തെ സ്പാർക്ക് ഉണ്ടായത് 19ാമത് നേറ്റീവ് റെജിമെന്റിലാണ്. പിന്നെ NCERT പോയിന്റ് ആണ്, ഏത് നേറ്റീവ് റെജിമെന്റിലാണ് എല്ലാ ഇംഗ്ലീഷുകാരെയും വധിച്ചതെന്ന് ചോദിച്ചാൽ 41ാമത് നേറ്റീവ് റെജിമെന്റ് അല്ലേ? വെള്ളക്കാർക്ക് നേരെ എന്താണ് വെടിയുതിർത്തത്? 41ാമത് നേറ്റീവ് റെജിമെന്റിലാണ്. 41. ഇനി മംഗൾ പാണ്ഡെ ഏത് നേറ്റീവ് റെജിമെന്റിലാണ് ഉണ്ടായിരുന്നത് ചോദ്യം വന്നാലാണ് 34ാമത് നേറ്റീവ് റെജിമെന്റ്. 34ാമത് നേറ്റീവ് റെജിമെന്റ് മംഗൾ പാണ്ഡെയുമായി ബന്ധപ്പെട്ടതാണ്. മംഗൾ പാണ്ഡെ ഏത് നേറ്റീവ് റെജിമെന്റിലാണ്? 34. ഇപ്പൊ എന്തൊക്കെ പഠിച്ചു? 1857 വിപ്ലവത്തിന്റെ വിശേഷണങ്ങൾ നമുക്കറിയാം. ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നും ചപ്പാത്തി വിപ്ലവം എന്നും ഷിപ്പായി ലഹള എന്നും ഒക്കെ അറിയപ്പെടുന്നത് ഏതാണ്? അത് 1857 വിപ്ലവമാണ്. 1857 വിപ്ലവമാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം, ഷിപ്പായി ലഹള, ചപ്പാത്തി വിപ്ലവം എന്നൊക്കെ അറിയപ്പെടുന്നത്. ഓക്കെ, ഇതുപോലെ തന്നെ നമുക്ക് വിശേഷണങ്ങൾ പഠിക്കാനുള്ള വേറൊരു വിപ്ലവം ഉണ്ടല്ലോ, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം എന്നറിയപ്പെടുന്നു. രക്തരഹിത വിപ്ലവം എന്നറിയപ്പെടുന്നു അല്ലെ? മതപരമായ വിപ്ലവം, പ്യൂരിറ്റൈൻ വിപ്ലവം, കൊട്ടാര വിപ്ലവം എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? അത് ഇംഗ്ലണ്ടിലെ വിപ്ലവമാണ്. ഇംഗ്ലണ്ടിലെ വിപ്ലവം. ഓക്കെ, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമാണ്. എന്തൊക്കെ അറിയപ്പെടുന്നു? മഹത്തായ വിപ്ലവം എന്നറിയപ്പെടുന്നു, രക്തരഹിത വിപ്ലവം എന്നറിയപ്പെടുന്നു, മതപരമായ വിപ്ലവം എന്നറിയപ്പെടുന്നു, പ്യൂരിറ്റൈൻ വിപ്ലവം, കൊട്ടാര വിപ്ലവം എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? അത് ഇംഗ്ലണ്ടിലെ വിപ്ലവമാണ്. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമാണ്. പിന്നെ അതുപോലെ തന്നെ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന വിപ്ലവം ഏതാണ്? അത് ഫ്രഞ്ച് വിപ്ലവമാണ്. ഫ്രഞ്ച് വിപ്ലവമാണ് വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത്. വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം. ദേശീയതയുടെ ആവിർഭാവം എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? ഫ്രഞ്ച് വിപ്ലവം. എന്താണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ മുദ്രാവാക്യം? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നതാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ മുദ്രാവാക്യം. ഈ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശുവാണ് ആര്? നെപ്പോളിയൻ അല്ലെ? ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു എന്നറിയപ്പെടുന്നത് നെപ്പോളിയൻ ആണ്. വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം. അപ്പൊ ആരാണ് ഇന്ത്യയിൽ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത്? ആരാണ് ഇന്ത്യയിൽ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത്? മാഡം ഭിക്കാജി കാമയാണ്. മാഡം ഭിക്കാജി കാമ. ഓക്കെ, മാഡം ഭിക്കാജി കാമയാണ് ഇന്ത്യയിൽ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിൽ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നതും ഇന്ത്യയുടെ മകൾ എന്നറിയപ്പെടുന്നതും ഒക്കെ ആരാണ്? മാഡം ഭിക്കാജി കാമ. അതുപോലെ തന്നെ ഇന്ത്യയുടെ പതാക വിദേശത്ത് പോയി ആദ്യമായി ഉയർത്തിയത് ആരെന്ന് ചോദിച്ചാലും ആരാണ്? മാഡം ഭിക്കാജി കാമയാണ്. അപ്പൊ വിപ്ലവങ്ങളുടെ മാതാവ് പഠിച്ചു വെക്കണം. ഏതാണ്? ഫ്രഞ്ച് വിപ്ലവമാണ്. രക്തരഹിത വിപ്ലവം, മതപരമായ വിപ്ലവം, പ്യൂരിറ്റൈൻ വിപ്ലവം, മഹത്തായ വിപ്ലവം എന്നൊക്കെ അറിയപ്പെടുന്നത് ഇംഗ്ലണ്ടിലെ വിപ്ലവമാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പഠിക്കേണ്ടത് ഒന്നാം സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ 1857 വിപ്ലവത്തിന്റെ വിശേഷണങ്ങളാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം, ഷിപ്പായി ലഹള, പിന്നെ ചപ്പാത്തി വിപ്ലവം. ഓക്കെ, ഇതൊക്കെ ഏതിന്റെയാണ്? 1857 വിപ്ലവത്തിന്റെ വിശേഷണങ്ങളാണ്. ഈ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ നിന്നാണ്? മീററ്റിൽ നിന്നാണ്. 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത്. ആദ്യ രക്തസാക്ഷി ആരാണ്? മംഗൾ പാണ്ഡെയാണ് ആദ്യ രക്തസാക്ഷി. ഇവിടെ ഒരുപാട് പേരുകൾ നമുക്ക് പഠിക്കാണ്ട്, ഓരോ സ്ഥലങ്ങളിലും നേതൃത്വം നൽകിയത് ആരെന്ന് പഠിക്കാണ്ട്. പിന്നെ വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത്, വിപ്ലവത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത്, വിപ്ലവത്തിന്റെ അംബാസഡർ അല്ലെങ്കിൽ പ്രവാചകൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഓരോന്നും പഠിക്കാണ്ട്. വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം ആരാണ്? നാനാ സാഹിബാണ് അല്ലെ? നാനാ സാഹിബാണ് 1857 വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത്. കൺവർ സിംഗ് ആണ് എന്ത്? കൺവർ സിംഗ് ആണ് വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത്. പ്രവാചകൻ, അംബാസഡർ എന്നൊക്കെ അറിയപ്പെടുന്നത് അസിമുള്ള ഖാനാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ആദ്യ രക്തസാക്ഷി ആരാണ്? കിട്ടുമല്ലോ. ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെയാണ്. മംഗൾ പാണ്ഡെ ഏത് നേറ്റീവ് റെജിമെന്റിലാണ് ഉണ്ടായിരുന്നത് എന്ന് ചോദിച്ചാൽ 34ാമത് നേറ്റീവ് റെജിമെന്റ്. 34ാമത് നേറ്റീവ് റെജിമെന്റിലാണ് മംഗൾ പാണ്ഡെ ഉണ്ടായിരുന്നത്. ഏതിലാണ്? 34ാമത് നേറ്റീവ് റെജിമെന്റ്. എന്താണ് 1857 വിപ്ലവത്തിന്റെ രഹസ്യ മുദ്ര എന്ന് ചോദിച്ചാൽ ഏതാണ്? ചപ്പാത്തിയും ചുവന്ന താമരയുമാണ്. ചപ്പാത്തിയും ചുവന്ന താമരയുമാണ് 1857 വിപ്ലവത്തിന്റെ രഹസ്യ മുദ്ര. എന്താണ്? ചപ്പാത്തിയും ചുവന്ന താമരയും. ചപ്പാത്തിയും ചുവന്ന താമരയുമാണ് 1857 വിപ്ലവത്തിന്റെ രഹസ്യ മുദ്ര. ഓക്കെ, അതുവരെ ക്ലിയർ അല്ലേ? അടുത്തത് നോക്കാം.
ഇനി ഓരോ സ്ഥലങ്ങളിൽ നേതൃത്വം നൽകിയത് ആരെന്ന് നമ്മൾ പഠിക്കണം. ഓക്കെ, ഓരോ സ്ഥലങ്ങളിൽ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെയാണ് നമ്മൾ പറഞ്ഞത്? ഈ മീററ്റിലാണ്. മീററ്റിലാണ് വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത്. അപ്പൊ അവിടെ തന്നെ നമുക്ക് ആദ്യം ഒന്ന് കണക്ട് ചെയ്ത് തരാം. മീററ്റ് വിപ്ലവം പൊട്ടിപ്പുറപ്പെടുകയാണ്. വിപ്ലവം അതായത് ഒരു സംഭവം ഉണ്ടായി, ഒരു വലിയൊരു വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടു, അവിടെ നിന്ന് പൊട്ടിപ്പുറപ്പെട്ടു. അപ്പൊ നമ്മൾ എന്ത് പറയും? ഹോ കഥം, ടാറ്റ, ബൈ ബൈ, അങ്ങനെ വെച്ച് കണക്ട് ചെയ്തൂടെ? അപ്പൊ കഥം, വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടു, അപ്പൊ കഥം. ഓക്കെ, അപ്പൊ അങ്ങനെ വെച്ച് കണക്ട് ചെയ്ത കഥം സിംഗ് ആണ് കേട്ടോ. കഥം സിംഗ് ആണ് മീററ്റിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത്. ഇനി നമുക്ക് ഓരോന്ന് പഠിക്കാം. ഞാൻ ജസ്റ്റ് ഒരു കണക്ഷൻ പറഞ്ഞതാണ്. ആദ്യം കാൺപൂരിലാണ് നാനാ സാഹിബ്. കാൺപൂരിലെ നാനാ സാഹിബ് 1757 വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്ന ആരാണ്? നാനാ സാഹിബാണ്. ഇനി കാൺപൂർ, കാൻ നാൻ, ഇങ്ങനെ കണക്ട് ചെയ്തൂടെ? കാൻ നാൻ. ഓക്കെ, കാൻ നാൻ എന്നത് കണക്ട് ചെയ്താൽ എന്ത് കിട്ടും? കാൺപൂർ നാനാ സാഹിബ്, അങ്ങനെ കണക്ട് ചെയ്താൽ വെച്ചാൽ മതി. കാൻ നാൻ, കാൻ നാൻ. ഓക്കെ, കാൺപൂരിൽ ആരാണ്? നാനാ സാഹിബാണ്. ഇനി ഡൽഹിയിൽ ആരാണ്? ഡൽഹിയിൽ ഭക്ത് ഖാനാണ്. ഡൽഹിയിൽ ആരാണ്? ഭക്ത് ഖാൻ. പിന്നെ ബഹദൂർ ഷാ രണ്ടാമൻ അല്ലെ? ബഹദൂർ ഷാ രണ്ടാമൻ. ഈ ബഹദൂർ ഷാ രണ്ടാമൻ ചോദ്യം വരുവേ. ബഹദൂർ ഷാ രണ്ടാമൻ എന്താണ്? 1857 വിപ്ലവത്തിലെ മുഗൾ ഭരണാധികാരി ആര് എന്ന് ചോദിക്കും അല്ലെ? 1857 വിപ്ലവത്തിലെ താൽക്കാലിക വിജയത്തെ തുടർന്ന് ഡൽഹിയിൽ ചക്രവർത്തിയായി വാഴിച്ചത് ആരെയാന്ന് ചോദിച്ചാലും ആരെയാണ്? ബഹദൂർ ഷാ രണ്ടാമനെയാണ്. ബഹദൂർ ഷാ രണ്ടാമൻ. ഓക്കെ, അപ്പൊ കാൺപൂരിൽ നേതൃത്വം നൽകിയത് ആരാണ്? നാനാ സാഹിബാണ്. ഡൽഹിയിൽ ഭക്ത് ഖാനും ബഹദൂർ ഷാ രണ്ടാമനും. ഡൽഹിയിൽ ഭക്ത് ഖാനാണ് നമുക്ക് ഓപ്ഷനിൽ ഉണ്ടാവുക. ബഹദൂർ ഷാ രണ്ടാമനെ പറ്റി ഈ എക്സ്ട്രാ പോയിന്റുകൾ പഠിച്ചു വെക്കുക. 1857 വിപ്ലവത്തിലെ മുഗൾ ഭരണാധികാരി ആരെന്ന് ചോദിക്കും. ആരാണ്? ബഹദൂർ ഷാ രണ്ടാമനാണ് അല്ലെ? ബഹദൂർ ഷാ രണ്ടാമനാണ് 1857 വിപ്ലവത്തിലെ മുഗൾ ഭരണാധികാരി. ഷാൻഷാ ഇ ഹിന്ദ് എന്ന് വിശേഷിപ്പിച്ചത് അല്ലെ? ഷാൻഷാ ഇ ഹിന്ദ്. അപ്പോൾ താൽക്കാലിക വിജയത്തെ തുടർന്ന് 1857 വിപ്ലവത്തിലെ താൽക്കാലിക വിജയത്തെ തുടർന്ന് ഡൽഹിയിൽ രാജാവായി അല്ലെങ്കിൽ ഡൽഹിയിൽ ചക്രവർത്തിയായി വാഴിച്ചത് ആരെയാണെന്ന് ചോദിച്ചാൽ ആരെയാണ്? ബഹദൂർ ഷാ രണ്ടാമനെയാണ്. ബഹദൂർ ഷാ രണ്ടാമൻ. താൽക്കാലിക വിജയത്തെ തുടർന്ന് ശ്രദ്ധിച്ച് പഠിച്ചു വെക്കണം. താൽക്കാലിക വിജയമാണ് കേട്ടോ. താൽക്കാലിക വിജയമാണ്. അല്ലാതെ 1857 വിപ്ലവം നമുക്ക് വിജയകരമല്ല, നമുക്കറിയാം അടിച്ചമർത്തപ്പെട്ടതാണ്. അപ്പൊ താൽക്കാലിക വിജയത്തെ തുടർന്ന്, അതായത് വിജയിച്ചു എന്നവർ വിശ്വസിച്ചു പോയി, അങ്ങനെ താൽക്കാലിക വിജയത്തെ തുടർന്ന് ഡൽഹിയിൽ ചക്രവർത്തിയായി വാഴിച്ചത് ബഹദൂർ ഷാ രണ്ടാമനെയാണ്. അപ്പൊ ഡൽഹിയിൽ നേതൃത്വം നൽകിയത് പ്രധാനമായും ആരെ പഠിക്കണം? ഭക്ത് ഖാനാണ്. ഭക്ത് ഖാൻ. അപ്പോൾ ഒന്ന് ആലോചിച്ചാൽ മതി, ഡൽഹിയിലുള്ള ആളുകൾക്കൊക്കെ ഭയങ്കര ഭക്തിയാണ് എന്ന് ആലോചിച്ചാൽ മതി. ഡൽഹിയിലുള്ള ആളുകൾക്കൊക്കെ ഭയങ്കര ഭക്തിയാണ്. അപ്പൊ കാൻ നാൻ എന്നത് വെച്ച് കാൺപൂർ നാനാ സാഹിബ് കിട്ടും. ഡൽഹിയിലുള്ള ആളുകൾക്കൊക്കെ ഭയങ്കര ഭക്തിയാണ് എന്ന് ആലോചിച്ചാൽ ഭക്ത് ഖാനെ കിട്ടും. പിന്നെ ബഹദൂർ ഷാ രണ്ടാമനാണ്, അതും കൂടെ ഒന്ന് പഠിച്ചു വെക്കുക. അപ്പൊ ഡൽഹിയിൽ ഭക്ത് ഖാൻ, കാൺപൂർ നാനാ സാഹിബ്. ഇനി ഝാൻസി. ഝാൻസിയിൽ ആരാണ്? റാണി ലക്ഷ്മിബായി ആണ്. സിമ്പിൾ ആണ്, ഝാൻസി റാണി എന്ന് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, ഝാൻസി റാണി എന്ന് പഠിച്ചാൽ നമുക്ക് കിട്ടും റാണി ലക്ഷ്മിബായി ആണ്. ഈ റാണി ലക്ഷ്മിബായിയുടെ യഥാർത്ഥ നാമം ചോദ്യം വരാറുണ്ട്. മണികർണിക. മണികർണിക. ഓക്കെ, റാണി ലക്ഷ്മിബായിയുടെ യഥാർത്ഥ നാമമാണ് മണികർണിക. മണികർണിക. ഈ റാണി ലക്ഷ്മിബായിയുടെ കുതിരകളുടെ പേര് ചോദ്യം വരാറുണ്ട്. ഏതൊക്കെയാണ്? ബാദൽ, സാരംഗി, പവൻ. ഏതൊക്കെയാണ്? ബാദൽ, സാരംഗി, പവൻ എന്നിവയാണ് റാണി ലക്ഷ്മിബായിയുടെ കുതിരകൾ. അതും ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. അപ്പൊ കാൺപൂർ നാനാ സാഹിബ്, ഡൽഹി ഭക്ത് ഖാൻ, ഝാൻസി ആരാണ്? ഝാൻസി റാണി. അപ്പൊ റാണി ലക്ഷ്മിബായി. റാണി ലക്ഷ്മിബായി. മീററ്റ് നമ്മൾ പഠിച്ചു. മീററ്റിലാണ് വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് എന്ന് നമുക്കറിയാം. അപ്പൊ എന്താണ്? ഖതം, ടാറ്റ, ബൈ ബൈ. അപ്പൊ കഥം സിംഗ് ആണ്. കഥം സിംഗ് ആണ് മീററ്റിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത്. ഓക്കെ, ഇനി ഫൈസാബാദ് ആരാണ്? മൗലവി അഹമ്മദുള്ളയാണ്. ഫൈസാബാദിൽ നേതൃത്വം നൽകിയത് മൗലവി അഹമ്മദുള്ള. ഓക്കെ, ഇനി ബീഗം ഹസ്രത്ത് മഹൽ എവിടെയാണ്? ലക്നൌവിൽ ആരാണ്? ബീഗം ഹസ്രത്ത് മഹലാണ്. ബീഹാറിൽ ആരാണ്? കൺവർ സിംഗ് ആണ്. ബീഹാറിലെ കൺവർ സിംഗ് ആണ്. അപ്പൊ മീററ്റിൽ കഥം സിംഗ്, ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള, ലക്നൌവിൽ ആരാണ്? ബീഗം ഹസ്രത്ത് മഹൽ, ബീഹാറിൽ ആരാണ്? കൺവർ സിംഗ് ആണ്. ബീഹാറിലെ കൺവർ സിംഗ് ആണ്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കണം. ഇത് ബോക്സ് ആയിട്ടൊക്കെ ചോദ്യം വരാറുണ്ട്. ഓക്കെ, അപ്പൊ കാൺപൂരിൽ ആരാണ്? നാനാ സാഹിബാണ്. ഡൽഹിയിൽ ഭക്ത് ഖാൻ. ഝാൻസിയിൽ ആരാണ്? ഝാൻസി റാണി എന്ന് ഓർത്തു വെച്ചാൽ കിട്ടും. ഝാൻസിയിൽ റാണി ലക്ഷ്മിബായ്. പിന്നെ മീററ്റിൽ ആരാണ്? മീററ്റ് ഖതം. അങ്ങനെ ആലോചിച്ചാൽ മതി. മീററ്റിൽ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടു, അപ്പോൾ ഖതം. ഓക്കെ, അപ്പൊ മീററ്റിൽ ആരാണ്? ഖതം സിംഗ് ആണ്. ഫൈസാബാദിൽ ആരാണ്? മൗലവി അഹമ്മദുള്ള. ലക്നൌവിൽ ആരാണ്? ബീഗം ഹസ്രത്ത് മഹൽ. ബീഗം ഹസ്രത്ത് മഹലാണ് ലക്നൌവിൽ. ബീഹാറിൽ ആരാണ്? ബീഹാർ കൺവർ സിംഗ് ആണ്. ബീഹാറിലെ കൺവർ സിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് പഠിച്ചു വെക്കുക. ഓക്കെ, ഈ ബോക്സ് അല്ല, ഈ ഇത്രയും നേതൃത്വം നൽകിയ ആളുകളെ നിങ്ങൾ എന്തായാലും പഠിച്ചിട്ടുണ്ടാവണം. ഒരു വട്ടം കൂടെ പറയാം. കാൺപൂരിൽ ആരാണ്? ഇത് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ നമുക്ക് സ്ലൈഡുകൾ കഴിഞ്ഞ് ഒന്നുകൂടെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വരാം. കാൺപൂരിൽ ആരാണ്? നാനാ സാഹിബാണ്. ഡൽഹിയിൽ ആരാണ്? ഭക്ത് ഖാനാണ്. പിന്നെ ആരുണ്ടായിരുന്നു? ബഹദൂർ ഷാ രണ്ടാമൻ. ബഹദൂർ ഷാ രണ്ടാമൻ ഉണ്ടായിരുന്നു. ബഹദൂർ ഷാ രണ്ടാമൻ. ഓക്കെ, ഡൽഹിയിൽ ഭക്ത് ഖാനും ബഹദൂർ ഷാ രണ്ടാമനും. പിന്നെ ഝാൻസി എങ്ങനെ കണക്ട് ചെയ്യാൻ പറഞ്ഞു? ഝാൻസി റാണി എന്ന് കണക്ട് ചെയ്ത റാണി ലക്ഷ്മിബായി ആണെന്ന് ഓർത്തു വെക്കുക. ഓക്കെ, അപ്പൊ ഝാൻസിയിൽ ആരാണ്? റാണി ലക്ഷ്മിബായി. മീററ്റിൽ ആരാണ്?
ആരാണ്? മീററ്റിലെ കദം സിംഗ് ആണ്. മീററ്റിലെ കദം സിംഗ് ആണ്. ഫൈസാബാദിലാണ് മൗലവി അഹമ്മദുള്ള. ഓക്കെ, ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള. ഫൈസാബാദിൽ ആരാണ്? മൗലവി അഹമ്മദുള്ള. ലക്നൌവിൽ ആരാണ്? ബീഗം ഹസ്രത്ത് മഹൽ. ഓക്കെ, ലക്നൌവില് ബീഗം ഹസ്രത്ത് മഹൽ. ലക്നൌവില് ബീഗം ഹസ്രത്ത് മഹൽ. ബീഹാർ അല്ലെങ്കിൽ ആറ എന്നൊക്കെ ചോദിച്ചാൽ ആരാണ്? കൻവർ സിംഗ് ആണ്. ബീഹാർ ആറ എന്നിവിടങ്ങളിൽ കൻവർ സിംഗ് ആണ്. ലക്നൗ അവധ് അല്ലെ, ലക്നൗ അവധ്, ലക്നൌവിലും അവധിലും ബീഗം ഹസ്രത്ത് മഹലാണ്. ലക്നൗ അവധ് ബീഗം ഹസ്രത്ത് മഹലാണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അപ്പൊ കാൺപൂർ നാനാ സാഹിബ്, ഡൽഹിയിൽ ഭക്ത് ഖാൻ, ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള, ഝാൻസിയിൽ റാണി ലക്ഷ്മിബായ്, മീററ്റിൽ കദം സിംഗ്, പിന്നെ ഏതാ പഠിച്ച്? ലക്നൗ ബീഗം ഹസ്രത്ത് മഹൽ, ഫൈസാബാദ് പറഞ്ഞു അല്ലെ. ബീഹാറിൽ ആരാണ്? കൻവർ സിംഗ്. ബീഹാറിലെ കൻവർ സിംഗ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. ഗ്വാളിയോർ പഠിച്ചു വെക്കണേ. ഗ്വാളിയോറിലെ റാണി ലക്ഷ്മിബായും താന്തിയ തോപ്പിയുമാണ് ഗ്വാളിയോർ. ഓക്കെ, ഏതാണ്? ഝാൻസിയിലും ഗ്വാളിയോറിലും റാണി ലക്ഷ്മിബായി ആണ് കേട്ടോ. ഝാൻസി, ഗ്വാളിയോർ എന്നിവിടങ്ങളിലെ റാണി ലക്ഷ്മിബായി ആണ്. അടുത്തത്, ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറി എന്ന് അവധിനെ വിശേഷിപ്പിച്ചത് ആരാണ്? ഡൽഹൌസി പ്രഭുവാണ്. ഡൽഹൌസി പ്രഭുവാണ് ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറി എന്ന് അവധിനെ വിശേഷിപ്പിച്ചത്. ചോദ്യം അവിടെ പല രീതിയിൽ വരും. ഒന്ന്, ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറി എന്ന അവധിനെ വിശേഷിപ്പിച്ചത് ആരെന്ന് ചോദിച്ചാൽ ഡൽഹൌസി പ്രഭു, നമ്മുടെ ആൻസർ വരും. ഇനി ഡൽഹൌസി പ്രഭു ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറി എന്ന് ഏത് സ്ഥലത്തെയാണ് അല്ലെങ്കിൽ എന്തിനെയാണ് വിശേഷിപ്പിച്ചതെന്ന് വെച്ചാൽ ഇതിനെയാണ് അവധിനെയാണ്. അവധിനെ. ഓക്കെ, അത് ക്ലിയർ അല്ലേ? ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറി എന്ന് അവധിനെ വിശേഷിപ്പിച്ചത് ഡൽഹൌസി പ്രഭുവാണ്. ഈ ഡൽഹൌസി പ്രഭു കേട്ടിട്ടുണ്ടല്ലോ, ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഡൽഹൌസി പ്രഭുവാണ്. പിന്നെ ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്, ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്, ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഡൽഹൌസി പ്രഭുവാണ്. ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡൽഹൌസി പ്രഭുവാണ്. ഓക്കെ, എപ്പോഴാണ് ഇന്ത്യൻ റെയിൽവേ നിലവിൽ വന്നത്? ഇന്ത്യൻ റെയിൽവേ നിലവിൽ വന്നത് 1853-ലാണ്. 1853-ലാണ് ഇന്ത്യൻ റെയിൽവേ നിലവിൽ വന്നത്. ഏത് മുതൽ ഏത് വരെ? ബോംബെ മുതൽ താനെ വരെ. ഓക്കെ, ബോംബെ മുതൽ താനെ വരെയാണ് ഏത്? ആദ്യത്തെ റെയിൽപാത. ഇനി കേരളത്തിലെ ആദ്യ റെയിൽപാത നിലവിൽ വന്നത് എപ്പോഴാണ് ചോദ്യം വന്ന? 1861-ലാണ്. അത് ഏത് മുതൽ ഏത് വരെ? കേരളത്തിലെ ആദ്യത്തെ ബേപ്പൂർ മുതൽ തിരൂർ വരെ. ഇത് പഠിച്ചു വെക്കണേ. ഇന്ത്യയിൽ നിലവിൽ വന്നത് 1853-ലാണ്. 1861-ലാണ് എവിടെ? കേരളത്തിൽ നിലവിൽ വന്നത്. ഓക്കെ, അത് രണ്ടും പഠിച്ചു വെക്കുക. ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ഡൽഹൌസി പ്രഭുവാണ്. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് എപ്പോഴും ചോദ്യം വരാറുണ്ട്. ആരാണ്? ഡൽഹൌസി പ്രഭുവാണ്. ഡൽഹൌസി പ്രഭു അവധിനെ എന്താണ് വിശേഷിപ്പിച്ചത്? ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറി എന്ന് അവധിനെ വിശേഷിപ്പിച്ചത് ഡൽഹൌസി പ്രഭുവാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു 1857 വിപ്ലവത്തിന്റെ പ്രവാചകൻ, അംബാസഡർ എന്നൊക്കെ അറിയപ്പെടുന്നത് അസീമുള്ള ഖാനാണ് കേട്ടോ. അസീമുള്ള ഖാനാണ് പ്രവാചകൻ, അംബാസഡർ എന്നെല്ലാം അറിയപ്പെടുന്നത്. വന്ധ്യവയോധികൻ നമ്മൾ പറഞ്ഞു ആരാണ്? കൻവർ സിംഗ് ആണ്. 1857 വിപ്ലവത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കൻവർ സിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഓരോ സ്ഥലത്ത് നേതൃത്വം നൽകിയത് പഠിച്ചു. പിന്നെ ഈ പോയിന്റ് പഠിക്കുക. ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറി എന്ന് അവധിനെ വിശേഷിപ്പിച്ചത് ആരാണ്? ഡൽഹൌസി പ്രഭുവാണ്. അല്ലെങ്കിൽ ഡൽഹൌസി പ്രഭു ഏത് സ്ഥലത്തെയാണ് ഇങ്ങനെ വിശേഷിപ്പിച്ചതെന്ന് ചോദിച്ചാൽ അവധിനെയാണ്. 1857 വിപ്ലവത്തിലെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ അസീമുള്ള ഖാനാണ്. 1857 വിപ്ലവത്തിലെ അംബാസഡർ എന്നറിയപ്പെടുന്ന ആരാന്ന് ചോദിച്ചാൽ അസീമുള്ള ഖാനാണ്. 1857 വിപ്ലവത്തിലെ ആദ്യ രക്തസാക്ഷി ആരാന്ന് ചോദിച്ചാൽ ആരാണ്? മംഗൾ പാണ്ഡെയാണ്. 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ നിന്നാന്ന് ചോദിച്ചാൽ മീററ്റിൽ നിന്നാണ്. മീററ്റിൽ നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ കദം സിംഗ് ആണ്. 1857 വിപ്ലവത്തിലെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ കൻവർ സിംഗ് ആണ്. 1857 വിപ്ലവത്തിലെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് കൻവർ സിംഗ് ആണ്. ആരാണ് 1857 വിപ്ലവത്തിലെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത്? അത് നാനാ സാഹിബാണ്. ഈ നാനാ സാഹിബിന്റെ യഥാർത്ഥ നാമം ചോദിക്കാറുണ്ട്. നാനാ സാഹിബിന്റെ യഥാർത്ഥ നാമം ധോണ്ടു പന്ത് എന്നാണ്. ധോണ്ടു പന്ത്. ഓക്കെ, ധോണ്ടു പന്ത് എന്നാണ് നാനാ സാഹിബിന്റെ യഥാർത്ഥ നാമം. പിന്നെ താന്തിയ തോപ്പിയുടെ യഥാർത്ഥ നാമം ചോദിക്കാറുണ്ട്. താന്തിയ തോപ്പിയുടെ യഥാർത്ഥ നാമം എന്താണ്? രാമചന്ദ്ര പാണ്ഡുരംഗ്. രാമചന്ദ്ര പാണ്ഡുരംഗ് എന്നാണ് എന്ത്? താന്തിയ തോപ്പിയുടെ യഥാർത്ഥ നാമം രാമചന്ദ്ര പാണ്ഡുരംഗ്. നാനാ സാഹിബിന്റെ യഥാർത്ഥ നാമം എന്താണ്? നാനാ സാഹിബ് ധോണ്ടു പന്ത് എന്നാണ്. താന്തിയ തോപ്പിയുടെ യഥാർത്ഥ നാമം രാമചന്ദ്ര പാണ്ഡുരംഗ് എന്നാണ്. രാമചന്ദ്ര പാണ്ഡുരംഗ് എന്നാണ് താന്തിയ തോപ്പിയുടെ യഥാർത്ഥ നാമം. റാണി ലക്ഷ്മിബായിയുടെ യഥാർത്ഥ നാമം എന്താണ്? മണികർണിക എന്നാണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് അടുത്ത് നോക്കാം.
ഓക്കെ, എത്ര കാര്യങ്ങൾ ക്ലിയർ ആയി. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വട്ടം കൂടെ നമ്മൾ ഓരോ സ്ഥലത്ത് നേതൃത്വം നൽകിയതാരെന്ന് റിപ്പീറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കാം. കാൺപൂരിൽ നേതൃത്വം നൽകിയതാരാണ്? നാൻ എന്ന് വെച്ച് നമ്മൾ കണക്ട് ചെയ്തു അല്ലെ. കാൺപൂരിൽ നേതൃത്വം നൽകിയത് നാനാ സാഹിബാണ്. ആരാണ് ഡൽഹിയിൽ നേതൃത്വം നൽകിയത്? ഡൽഹിയിൽ നേതൃത്വം നൽകിയത് ഭക്ത് ഖാനാണ്. ഡൽഹിയിലുള്ള ആളുകൾക്കൊക്കെ ഭയങ്കര ഭക്തിയാണ് എന്നാലോചിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടും. അപ്പൊ ഡൽഹിയിലെ ഭക്ത് ഖാൻ. ഫൈസാബാദിൽ ആരാണ്? മൗലവി അഹമ്മദുള്ള. ഫൈസാബാദിലെ മൗലവി അഹമ്മദുള്ള. ഝാൻസി, ഗോളിയോർ എന്നിവിടങ്ങളിൽ ആരാണ്? അത് റാണി ലക്ഷ്മിബായി ആണ്. പിന്നെ ഗോളിയോറിൽ ആരുണ്ടായിരുന്നു? താന്തിയ തോപ്പി ഉണ്ടായിരുന്നു. അതിൽ റാണി ലക്ഷ്മിബായിയുടെ യഥാർത്ഥ നാമം പഠിക്കണം, മണികർണിക എന്നാണ്. റാണി ലക്ഷ്മിബായിയുടെ കുതിരകളുടെ പേര് പഠിക്കണം, ബാദൽ, സാരംഗി, പവൻ എന്നാണ്. പിന്നെ താന്തിയ തോപ്പിയുടെ യഥാർത്ഥ നാമം ചോദിക്കും, രാമചന്ദ്ര പാണ്ഡുരംഗ് എന്നാണ്. നാനാ സാഹിബിന്റെ യഥാർത്ഥ നാമം ചോദിക്കും, അത് ദൊണ്ടു പന്ത് എന്നാണ്. ഓക്കെ, ദൊണ്ടു പന്ത് എന്നാണ് നാനാ സാഹിബിന്റെ യഥാർത്ഥ നാമം. അപ്പൊ കാൺപൂർ നാനാ സാഹിബ്, ഡൽഹി ഭക്ത് ഖാൻ, ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള, ഝാൻസി ഗോളിയോർ റാണി ലക്ഷ്മിബായ്. പിന്നെ ഏതാണ് നമ്മൾ പഠിക്കേണ്ടത്? ബീഹാർ. ആരാണ് ബീഹാർ? അത് കൻവർ സിംഗ് ആണ്. ബീഹാർ, ആറ എന്നിവിടങ്ങളിൽ ആരാണ്? കൻവർ സിംഗ് ആണ്. ഓക്കെ, പിന്നെ ബീഗം ഹസ്രത്ത് മഹൽ എവിടെയാണ്? ലക്നൗ, അവധ് അല്ലെ. ലക്നൗ, അവധ് എന്നിവിടങ്ങളിൽ ബീഗം ഹസ്രത്ത് മഹലാണ്. അവധിനെ ആരോ എന്തോ വിശേഷിപ്പിച്ചല്ലോ. എന്താണ്? ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറി എന്ന അവധിനെ വിശേഷിപ്പിച്ചത് ഡൽഹൌസി പ്രഭുവാണ്. ഓക്കെ, 1857 വിപ്ലവത്തിലെ വന്ധ്യവയോധികൻ ആരാണ്? കൻവർ സിംഗ് ആണ്. പിന്നെ ബുദ്ധി കേന്ദ്രം നാനാ സാഹിബാണ്. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? അംബാസിഡർ എന്നും പിന്നെ 1857 വിപ്ലവത്തിലെ പ്രവാചകൻ എന്നും അറിയപ്പെടുന്നത് ആരാണ്? അസിമുള്ള ഖാനാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ ഓർത്തു വെക്കുക. പിന്നെ ഡൽഹിയിൽ ചക്രവർത്തിയായി വാഴിച്ചത് ആരാണ്? ചോദ്യം വരാറുണ്ട്. അതാരാണ്? ബഹദൂർ ഷാ രണ്ടാമനെയാണ്. ഈ ബഹദൂർ ഷാ രണ്ടാമൻ പിടിയിലായത് എവിടെ വെച്ചാണ് ചോദിക്കാറുണ്ട്. ബഹദൂർ ഷാ രണ്ടാമൻ പിടിയിലായത് ഏത് ചരിത്ര സ്മാരകത്തിന് മുമ്പിൽ വെച്ചിട്ടാണ്? ഹുമയൂണിന്റെ ശവകുടീരത്തിന് മുന്നിൽ വെച്ചിട്ടാണ് ബഹദൂർ ഷാ രണ്ടാമൻ പിടിയിലായത്. അതുകൂടെ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ഇന്ന് നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്ത, അതായത് 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്ത ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ നിന്ന് തന്നെ പഠിച്ചു പോകാൻ പറ്റിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്